ഹലോ. അപ്പോൾ കുറേ ആയില്ലേ നമ്മുടെ ചാനലിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്നുള്ളത്. ഏതായാലും പർച്ചേസിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഒരു നോർമൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ലാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ബോക്സാണ് മേടിക്കൽ. അപ്പോൾ 20 രൂപ എങ്ങാണ്ടാണ് ഒരു കുഞ്ഞ് ഇതിനുള്ളൂ. അപ്പോൾ അതെന്തായാലും കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീൻ അധികം ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണല്ലോ. അപ്പോൾ മഴ കാരണം കൊണ്ട് വല്ലാണ്ടൊന്നും വേണ്ട, എന്നാലും ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ വെയിലുള്ള സമയത്തൊക്കെ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് വെയിലത്ത് ഇറങ്ങണം കേട്ടോ. പിന്നെ ഞാൻ അടുത്ത യൂസ് ആക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ആണ് കേട്ടോ. ഈ ഒരു മേക്കപ്പ് ബേസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫൗണ്ടേഷനോ ഹൈലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഐലൈനറാണ് കേട്ടോ. ഐലൈനർ ഞാനിത് വാട്ടർ ലൈൻസ് മാത്രം ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല അടിപൊളി കോംബോയാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കും ലിപ്പ് ലൈനറുമാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ നോക്കിയിട്ട് ഇനി പിന്നെ പറഞ്ഞു തരണ്ട കേട്ടോ. പിന്നെ ഇതാക്കിയിട്ട്, അതായത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാൾസിൻ്റെ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ലിപ് കോംബോയാണ് ഈ ഒരു ലിപ് കോംബോ കേട്ടോ. ഫൈനലി ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റിയുടെ മീതൊരു അബായം കൂടി വലിച്ചു കയറ്റിയിട്ട് ഈ ഒരു ഷാള തന്നെ അതിലേക്ക് കോംബോ ആക്കിയിട്ടിട്ട് ഞാൻ പർച്ചേസിനെ വിളിക്കാൻ പോകുമായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിമ്മ പോണ കാരണം കൊണ്ട് ഹെൽമെറ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി അല്ലേ മുഖ്യം. അങ്ങനെ പോണ വഴിക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു, റെയിൻകോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വേഗം തന്നെ പർച്ചേസിനെ വിളിച്ചിട്ട് വരികയായിരുന്നു കേട്ടോ മഴ തുറന്നപ്പോൾ.